ആയതുകൊണ്ടേ ചെറുതായിട്ടൊരു സെൽഫ് ലവ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ ഇടണമെന്നും അതുപോലെ ഒന്ന് സ്കിന്നിനെയൊക്കെ കെയർ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു തോന്നില്ലേ. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരും സ്നേഹിക്കാനല്ലേ. ഞാൻ ചെയ്യുന്ന പൊടിക്കൈകളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യണേ. ഞാനിപ്പോൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ സ്കിന്നിൽ ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം പ്രായമായവരാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് പല രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് തണുത്ത പാലിൽ ഒരു കോട്ടൺ മുക്കി മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത പടി എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തരിയുള്ള അരിപ്പൊടിയും കാപ്പിപ്പൊടിയും തേനും പിന്നെ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തെടുക്കും. ഒരു പ്രശ്നമുള്ളത് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടോ. അപ്പോൾ ഈ സ്ക്രബിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു എണ്ണ മിക്സ് ചെയ്യാറുണ്ട്, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബദാം ഓയിലോ. സാധാരണ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ ഇത് മസാജ് ചെയ്യുന്നതിനൊക്കെ പ്രത്യേക രീതിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ അറിയുന്നതല്ലേ. പക്ഷെ കറക്റ്റായിട്ടുള്ള ടെക്നിക്കൊന്നും ആക്ച്വലി എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുണ്ട്, ഗീത അമ്മ. ആൾ കുറച്ച് പൊടിക്കൈകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഈ ടെക്നിക്കൊക്കെ ഞാൻ പരീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സ്റ്റീം ചെയ്യുക എന്നുള്ളത്. സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡൊക്കെ പോകാനായിട്ട് എളുപ്പമുണ്ടെന്ന് പറയാറുണ്ട്. കഴിഞ്ഞിട്ടുള്ള പരിപാടി കേട്ടോ. സ്ക്രബ് ചെയ്ത മുഖത്ത് നമ്മളൊരു പാക്ക് ഇട്ട് അതിനൊന്ന് സൂത്തം ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിന് ഞാൻ ഉപയോഗിക്കുന്നത് കാപ്പിപ്പൊടിയും തേനും അതുപോലെ കുറച്ച് കസ്തൂരി മഞ്ഞളുമാണ്. അപ്പോൾ അതൊരു നല്ല ചെറിയൊരു പാക്ക് പോലെ ആക്കിയിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ ചെയ്യാനായിട്ട് എവിടെയാണ് സമയം ഇരിക്കുന്നത് ഈ ജോലിയുടെ തിരക്കിനിടയിലെന്നല്ലേ. ഞാനും അടുക്കള പണിയുടെയൊക്കെ ഇടയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കൊരു കറി അടുപ്പത്ത് വെച്ചിട്ട് സവോള 2 തവണ ഇളക്കിയിട്ട് പോയിട്ട് ഒരു പാക്കൊക്കെ ഇട്ടിട്ട് വരാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് അത് കഴുകി കളയാം. എന്നിട്ട് അടുത്ത കാര്യം ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. നമ്മളെ തന്നെ കെയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു തുണി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്, അതുപോലെ നല്ലൊരു ഗ്ലോ മുഖത്ത് വന്ന ഫീലിംഗ് നമുക്ക് കിട്ടും. നിങ്ങളിത് ഒരു തവണ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാം ആ സ്കിന്നിൽ വരുന്ന വ്യത്യാസം. വളരെ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എൻ്റെ സ്കിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പലരും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് സ്കിന്നിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ള. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലായത് എൻ്റെ സ്കിന്നിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മുടെ സ്കിൻ മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കുറച്ചുകൂടെ എളുപ്പമുള്ള ടെക്നിക്ക് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ട്രൈ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവനവനെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചു നോക്കൂ.